നമ്മുടെ ഈ പ്രവർത്തനങ്ങളുടെയൊക്കെ ആത്യന്തികമായ ഉദ്ദേശവും പ്രതീക്ഷയും നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിചാരണയുണ്ട് എന്നതാണ്. യഥാർത്ഥത്തിൽ ഒരു മനുഷ്യനെ നന്നാക്കുന്നതിന്റെ ഘടകം, ഈ ദുനിയാവിൽ ഒരു മനുഷ്യൻ നന്നായി ജീവിക്കുന്നതിന്റെ ഉദ്ദേശം നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്റെ പ്രവർത്തനങ്ങളെയെല്ലാം വളരെ കൃത്യമായി വിചാരണ ചെയ്യുമെന്ന ഉദ്ദേശമാണ് മനുഷ്യരായ നമ്മളെയൊക്കെ പരമാവധി നന്നായി ജീവിക്കുവാൻ നമുക്ക് പ്രേരണ നൽകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ ഈ ലോകത്ത് അല്ലാഹു സൃഷ്ടിക്കപ്പെട്ട മുഴുവൻ മനുഷ്യരും ഒറ്റക്ക് നിൽക്കേണ്ടി വരുന്ന ഒരു സന്ദർഭം. ഇവിടെയാണ് പലപ്പോഴും ആളുകളെ എല്ലാവരെയും ആദരിക്കാനും എല്ലാവർക്കും അർഹിച്ച പരിഗണന നൽകാനും പലപ്പോഴും കഴിയാതെ പോകുന്നു. എന്നാൽ റബ്ബിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ സൃഷ്ടികളായ മനുഷ്യരെ, ആ മനുഷ്യർ അള്ളാഹുവിന്റെ മുൻപിലേക്ക് എത്തിച്ചേരും. ശേഷം ആ മനുഷ്യർ ചെയ്ത പ്രവർത്തനങ്ങളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് വിചാരണ നടത്തും. ഈ വിചാരണയുടെ സന്ദർഭം എന്റെ ജീവിതത്തിൽ ഉണ്ടല്ലോ റബ്ബേ എന്ന ചിന്തയാണ് വിശ്വാസികൾ എന്ന നിലക്ക് നമ്മെ നന്നാക്കുന്നതിന് നമുക്ക് പ്രചോദനം നൽകുന്നത്. വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നത് പോലെ ആ വിചാരണയ്ക്ക് ശേഷം ആരുടെ വലത് കൈയിലാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യന്റെ പ്രവർത്തനങ്ങളുടെ രേഖ നൽകുന്നത്, ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറ, വലത് കൈയിൽ ഗ്രന്ഥം ലഭിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു ലഘുവായ വിചാരണയാണ് പിന്നെ അല്ലാഹുവിൽ നിന്നുണ്ടാകുക. വയൻഖലിബു ഇലാ അഹ്ലിഹി മസ്റൂറ, ആ ലഘുവായ വിചാരണയ്ക്ക് ശേഷം പിന്നെ അവർ വളരെ സന്തോഷത്തോടെ, വളരെ സൗഭാഗ്യകരമായ ഒരവസ്ഥയോടുകൂടി തങ്ങളുടെ കുടുംബത്തിന്റെ അടുത്തേക്ക് അവർ മടങ്ങിച്ചെല്ലും. എന്നാൽ ഏതൊരു മനുഷ്യന്റെ രേഖയാണ് അവന്റെ മുതുകിന്റെ പിറകിലൂടെ നൽകുന്നത്, ആ മനുഷ്യൻ നാശമേ എന്ന് വിളിക്കുന്ന ഒരു സന്ദർഭം ആ പരലോകത്തുണ്ടാകും. പിന്നീട് ആ മനുഷ്യന് പ്രവേശിക്കുവാനുള്ളത് കത്തിയാളുന്ന നരകത്തിലാണ്. ഇന്നഹു കാന ഫീ അഹ്ലിഹി മസ്റൂറ, തീർച്ചയായും ആ മനുഷ്യൻ അവന്റെ സ്വന്തക്കാർക്കിടയിൽ, കുടുംബത്തിനിടയിൽ ദുനിയാവിൽ സന്തോഷത്തോടു കൂടി കഴിഞ്ഞവനായിരുന്നു. അതുകൊണ്ട് തന്നെ ദുനിയാവിന്റെ സന്തോഷവും ദുനിയാവിന്റെ പണപടപ്പും ദുനിയാവിന്റെ അനുഗ്രഹവും ലഭിച്ച് അതിൽ മതിമറന്നതുകൊണ്ട് ആ മനുഷ്യന് വലത് കൈയിൽ ഗ്രന്ഥം വാങ്ങാൻ സാധിച്ചില്ല. ലഘുവായ വിചാരണക്ക് ആ മനുഷ്യൻ വിധേയനായില്ല എന്നതാണ് ഖുർആൻ പറയുന്നത്. വിശ്വാസികൾ എന്ന നിലക്ക് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട വിചാരണയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയുണ്ട്. നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ മുൻപിൽ നമുക്ക് ഒറ്റക്ക് നിൽക്കേണ്ടി വരും. നമ്മുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് അല്ലാഹു നമ്മളോട് വിചാരണ നടത്തും. ഈ ഒരു ബോധമുള്ള ഒരു വിശ്വാസി അല്ലാഹുവിനോട് പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ സൂചിപ്പിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ ചില നമസ്കാരങ്ങൾക്ക് ശേഷം പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രാർത്ഥനയെ കുറിച്ച്, ആ പ്രാർത്ഥനയെ കുറിച്ച് ആയിഷ ബീവി പറയുന്നത്, അല്ലാഹുവിന്റെ പ്രവാചകൻ പ്രാർത്ഥിച്ചിരുന്നു, അല്ലാഹുമ്മ ഹാസിബ്നി ഹിസാബൻ യസീറ, അല്ലാഹുവേ എന്നെ നീ ലഘുവായ വിചാരണക്ക് നീ വിധേയനാക്കണം റബ്ബേ എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ പ്രാർത്ഥിച്ചിരുന്നു എന്ന്. അപ്പൊ ഈ പ്രാർത്ഥന പ്രവാചകൻ ഇടയ്ക്ക് നമസ്കാരത്തിന് ശേഷം ഇങ്ങനെ അല്ലാഹുമ്മ ഹാസിബ്നി ഹിസാബൻ യസീറ, അല്ലാഹുമ്മ ഹാസിബ്നി ഹിസാബൻ യസീറ, അല്ലാഹുവേ നീ എന്നെ ലഘുവായ വിചാരണക്ക് വിധേയനാക്കണം റബ്ബേ
അല്ലാഹുവേ നീ എന്നെ ലഘുവായ വിചാരണക്ക് വിധേയനാക്കണം റബ്ബേ എന്ന് പ്രവാചകൻ പ്രാർത്ഥിക്കുമ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോ ഖുൽതു ഞാൻ ചോദിച്ചു, ആയിഷ ബീവി പറയുന്നു, ഞാൻ ചോദിച്ചു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഹിസാബുൽ യസീർ, ഈ ലഘുവായ വിചാരണ എന്നാൽ എന്താണ്? ആയിഷ ബീവി പ്രവാചകനോട് ചോദിക്കാൻ, പ്രവാചകനെ ഈ ലഘുവായ വിചാരണ എന്നാൽ എന്താണ്? അപ്പൊ അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ആയിഷ അൻ യൻദുറ ഫീ കിതാബിഹി ഫയതജാവസ ലഹു അൻഹു ഇന്നഹു മൻ നുഖിസൽ ഹിസാബ് യാ ആയിഷ യൗമഇദിൻ ഹലക്. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ലഘുവായ വിചാരണ എന്നാൽ മനുഷ്യന്റെ വലത് കൈയിൽ അല്ലാഹു ഗ്രന്ഥം നൽകും. എങ്ങനെ? ആ മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ ഒന്നിങ്ങനെ മറിച്ചു നോക്കി അതൊന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്ന് പരിശോധിച്ച് ആ മനുഷ്യന്റെ കയ്യിലേക്ക് ആ ഗ്രന്ഥം നൽകും. അതാണ് ലഘുവായ വിചാരണ. അല്ലാഹുവിന്റെ റസൂൽ പറയണ ആയിഷ ബീവിയോട്, എന്നാൽ മൻ നുഖിസൽ ഹിസാബ് യാ ആയിഷ യൗമഇദിൻ ഹലക. അന്നൊരു മനുഷ്യനെ അല്ലാഹു വളരെ കണിശമായി കൃത്യമായി വിചാരണ ചെയ്യണമെന്ന് ഉദ്ദേശിച്ചാൽ, ഒരു മനുഷ്യന്റെ കാര്യത്തിൽ അല്ലാഹു അങ്ങനെ വിചാരിച്ചാൽ ആ മനുഷ്യൻ നശിച്ചത് തന്നെ എന്നാണ് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത്. അപ്പൊ അല്ലാഹുവിന്റെ പ്രവാചകൻ വരെ ലഘുവായ വിചാരണക്ക് നിരന്തരമായി അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചിരുന്നു എന്നാണ്. അപ്പൊ നമ്മൾ എത്രത്തോളം പ്രാർത്ഥിക്കണം? അല്ലാഹുവിന്റെ പ്രവാചകൻ പ്രാർത്ഥിച്ചത് അല്ലാഹുമ്മ ഹാസിബിനി ഹിസാബൻ യസീറ എന്ന പ്രാർത്ഥന അല്ലാഹുവിന്റെ പ്രവാചകൻ പ്രാർത്ഥിച്ചിരുന്നു എന്നാണ്. ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന മറ്റൊരു ഹദീസുണ്ട്. ആ ഹദീസ് ചില ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ചേർത്ത് നിർത്തുന്നതാണ്. തെറ്റുകളൊക്കെ ചെയ്ത മനുഷ്യനാണ്, പക്ഷെ ആ മനുഷ്യനെ അല്ലാഹു ലഘുവായ വിചാരണക്ക് വിധേയനാക്കുകയാണ്. യദ്നു അഹദുക്കും മിൻ റബ്ബിഹി ഹത്താ യദഅ കൻഫഹു അലൈഹി. മനുഷ്യരങ്ങനെ ചേർത്ത് പിടിച്ച് ആ മനുഷ്യന്റെ തോളത്ത് ശരീരത്തിൽ അല്ലാഹു കൈവച്ച് പറയും. ആ മനുഷ്യനോട് അല്ലാഹു ഇങ്ങനെ ചോദിക്കും. എങ്ങനെ ചോദിക്കുക? ഒരു ചെറിയ മറ അല്ലാഹു സ്വീകരിക്കും. ശേഷം അല്ലാഹു ചോദിക്കും, ഫയഖൂലു അലിംത കദാ വകദാ, ഇതൊക്കെ നിനക്കറിയില്ലേ? ആ മനുഷ്യൻ ചെയ്ത തെറ്റുകളാണ്. ആ മനുഷ്യൻ അല്ലാഹു ആ തെറ്റുകൾ കാണിച്ചു കൊടുക്കും. ഇതൊക്കെ നീ ചെയ്തതല്ലേ, ഇതൊക്കെ നിനക്കറിയില്ലേ? അപ്പൊ മനുഷ്യൻ പറയും, ഫയഖൂലു നഅം, അതേ പടച്ചവനെ എനിക്കറിയാം. വയഖൂലു, അല്ലാഹു വീണ്ടും ചോദിക്കും, അലിംത കദാ വകദാ, ഇതിനെ കുറിച്ചൊക്കെ നിനക്കറിയില്ലേ? അപ്പൊ മനുഷ്യൻ പറയും, ഫയഖൂലു അതെ, നഅം ഫയുഖദ്ദിറുഹു, ആ മനുഷ്യൻ അതൊക്കെ അംഗീകരിക്കും. പടച്ചോനെ ഇതൊക്കെ ഞാൻ ചെയ്തത് തന്നെയാണ്. അല്ലാഹു ഇങ്ങനെ ചേർത്ത് പിടിച്ച് ഒരു മറയുടെ പിന്നിൽ നിന്ന് മനുഷ്യനോട് ചോദിക്കാൻ, അവന്റെ തെറ്റുകൾ കാണിച്ചു കൊടുത്തു. ഇതൊക്കെ നീ ചെയ്തതല്ലേ, ഇതൊക്കെ നിനക്കറിയില്ലേ എന്നിങ്ങനെ ചോദിക്കാൻ. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല സുമ്മ യഖൂലു പറയും, ഇന്നി സത്തർതു അലൈക ഫിദ്ദുനിയ, ഇതൊക്കെ ദുനിയാവിൽ നിന്റെ തെറ്റുകൾ ഞാൻ മറച്ചു വെച്ചതാണ്. ഫഅന ഉഗ്ഫിറുഹാ ലകൽ യൗം, അന അഗ്ഫിറുഹാ ലകൽ യൗം, ഇന്നും ഞാൻ നിനക്ക് ഇത് പുറത്തു തരികയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മനുഷ്യനോട് പറയുന്നതാണ്. അത് വലിയൊരു ഭാഗ്യം. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്ത തെറ്റുകൾ അല്ലാഹു നമുക്ക് കാണിച്ചു തരും. എന്നിട്ട് നമ്മളോട് റബ്ബ് ചോദിക്കുന്നതാണ്, ഇതൊക്കെ നീ ചെയ്തതല്ലേ? അപ്പൊ നമ്മളത് സമ്മതിക്കും. അത് സമ്മതിച്ചതിന് ശേഷം അല്ലാഹു പറയുന്നത്, ദുനിയാവിൽ ഞാനിതെല്ലാം മറച്ചു വെച്ചു, ഇവിടെയും ഞാനിത് പുറത്തു തരികയാണ് എന്ന് പറയുന്നു. അങ്ങനെ റബ്ബ് നമ്മളോട് പറയണമെങ്കിൽ നമ്മൾ റബ്ബിനോട് നിരന്തരമായി പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ്, അല്ലാഹുമ്മ, അല്ലാഹുവേ, ഹാസിബിനി ഹിസാബൻ യസീറ, പടച്ചവനെ എന്നെ നീ ലഘുവായ വിചാരണക്ക് നീ വിധേയനാക്കണം റബ്ബേ എന്ന് നമ്മൾ റബ്ബിനോട് പ്രാർത്ഥിക്കണമെന്നാണ്. ഇത് അല്ലാഹുവിന്റെ റസൂല് പല നമസ്കാരങ്ങൾക്ക് ശേഷവും പ്രാർത്ഥിച്ചിരുന്നു എന്നാണ്. അപ്പൊ നമ്മളും നമ്മുടെ ജീവിതത്തിൽ നമസ്കാരങ്ങൾക്ക് ശേഷം ആ പ്രാർത്ഥന നമ്മൾ പതിവാക്കണം. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഹാസിബിനി ഹിസാബൻ യസീറ, പടച്ചവനെ എന്നെ നീ ലഘുവായ വിചാരണക്ക് നീ വിധേയനാക്കണം റബ്ബേ എന്ന് നമ്മൾ റബ്ബിനോട് പ്രാർത്ഥിക്കണം. ഈ റമളാനിൽ അതിനു വേണ്ടി നമ്മൾ സമയം കണ്ടെത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.